നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ കഴിഞ്ഞ ദിവസം വലിയൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. വെളിപ്പെടുത്തലിൽ ഒരു ഊമക്കത്ത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ ലഭിച്ചതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം ആ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവർ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഊമക്കത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും 7, 8, 9 എന്നീ പ്രതികളെ വെറുതെ വിടുമെന്നുമായിരുന്നു. അതുകൂടാതെ ഈ വിധി ഒരു സുഹൃത്തിനെ കൊണ്ടിട്ട് ജഡ്ജി തയ്യാറാക്കുകയും അതുകൂടാതെ ഈ 8ാം പ്രതിയായ ദിലീപിൻ്റെ അടുത്തൊരു സുഹൃത്തിനെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ആ കത്തിലുണ്ട്. ഈ കത്ത് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ നടപടിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ കത്ത് ലഭിക്കുന്നത് വിധി വരുന്നതിന് ഒരാഴ്ച മുമ്പാണ്. ശേഷം 8ാം തീയതിയാണ് നമ്മൾ ഈ വിധി കണ്ടതും. ഇതിലേക്കാണ് അജിംസ്, നമ്മളിപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷമുള്ള നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിജീവിതയുടെ അഭിഭാഷക അടക്കം അവർക്ക് നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ രാജിവെച്ച് പോകുന്നുണ്ട്. അതേസമയം ദിലീപിന് ഒരു സൈഡിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് വിധി വരുന്നതിലും ഒരാഴ്ച മുമ്പേ ഇത്തരം ഒരു കത്ത് ലഭിച്ചിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലും അതിൻ്റെ വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം ഈ കേസിൽ എന്തൊക്കെയായിരുന്നു ആ ജഡ്ജിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. മൊത്തത്തിൽ ഇതെല്ലാം കൂടി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ ആരോപണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ 2017 ഈ സംഭവം ഉണ്ടായതിനു ശേഷം 2025 ഇന്നൊരു വിധി പറയുന്നത് വരെയുള്ള ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, സംഭവങ്ങളുടെ ടൈം ലൈൻ പബ്ലിക് മെമ്മറിയിലുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ദിലീപിൻ്റെ നേരെ എങ്ങനെയാണ് സംശയം വന്നത്? അന്വേഷണ സംഘം എങ്ങനെയാണ് ദിലീപിന് നേരെ തിരിഞ്ഞത്? അതിനുശേഷം അന്വേഷണ സംഘം എന്തൊക്കെയാണ്, SIT എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെ റെയ്ഡ് നടത്തി? എന്തൊക്കെ വസ്തുക്കൾ പിടിച്ചെടുത്തു? ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത് എപ്പോഴാണ്? കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ വിചാരണ തുടങ്ങിയതിന് ശേഷം ആ വിചാരണ നീണ്ടുപോയത് എങ്ങനെയാണ്? ആ വിചാരണയ്ക്കിടയിൽ തന്നെ അതിജീവിതയ്ക്ക് എത്ര തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകേണ്ടി വന്നു? എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു? ഇതൊന്നും പബ്ലിക് മെമ്മറിയിലില്ല. ആകെ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു കാര്യം, ദിലീപ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ്, അയാളിൽ ധാരാളം പണമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, അയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് ഒരു പൊതുബോധം. അതെങ്ങനെയാണ് അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഇതാണ് സാധാരണ ആൾക്കാർക്ക് അറിയുന്ന ബോധം. പക്ഷേ ഇത് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? എന്തൊക്കെ ഈ കാര്യത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? എത്ര സാക്ഷികൾ കൂറുമാറി? എന്തൊക്കെയായിരുന്നു സാക്ഷികൾ നൽകിയ മൊഴി? ഈ കേസന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ എന്താണ്? ഏതൊക്കെ സാക്ഷികൾ പിന്നോട്ട് പോയിട്ടുണ്ട്? എന്തൊക്കെയാണ് സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ദിലീപിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്? എന്തെല്ലാം ഡിജിറ്റൽ റെക്കോർഡുകളാണ് പുറത്തു വന്നിട്ടുള്ളത്? ഇതൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഒരാളിൽ നിന്ന് ഇനി അറിയാൻ വേണ്ടി ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടാത്ത വിധം അപ്രത്യക്ഷമായ കാര്യങ്ങളാണ്. എന്നാൽ ചില വസ്തുതകൾ ഇക്കാര്യത്തിൽ ഓൺ റെക്കോർഡ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കത്ത് പുറത്തു വന്നു. ഈ കത്ത് ഡിസംബർ 2-ാം തീയതി കിട്ടിയതാണെന്ന് വക്കീൽമാർ അസോസിയേഷൻ പറയുന്നു. അവരത് ജഡ്ജി കൈമാറിയിരിക്കുന്നു. ഈ 2-ാം തീയതി കിട്ടിയിട്ട് ഇവരെന്താ കൊടുക്കായിരുന്നു? 2-ാം തീയതി തന്നെ കൊടുക്കണമല്ലോ. ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ട് ഏതോ അജ്ഞാതൻ എന്തോ എഴുതിയതായിരിക്കുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് കൊടുക്കാൻ തയ്യാറായത് ഇയാൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് ജഡ്ജ്മെൻറ്റിലുള്ളത്. ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് ഇയാൾ 2-ാം തീയതി തന്നെ പ്രവചിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? നമുക്ക് ഈ കേസിനെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പോലും, ഈവൻ ജേർണലിസ്റ്റുകൾക്ക് പോലും ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ഒരുപക്ഷെ ദിലീപിനെ അക്വിറ്റ് ചെയ്തേക്കാം എന്നല്ലാതെ ഏതൊക്കെ പ്രതികൾ കൃത്യമായി വിട്ടയക്കപ്പെടുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ ഒരു ഊഹം പോലും ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതിൽ വെളിപ്പെടുന്ന വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. 8ാം പ്രതിയുടെ സുഹൃത്തായ ശരത്തിനോട് ഇത് വായിച്ച് കേൾപ്പിച്ചുവെന്നും ഈ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയത് ജഡ്ജിയല്ല മറ്റൊരാളാണെന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. അത് ഹൈക്കോടതി അന്വേഷിച്ചാൽ മതിയാവും. പക്ഷേ അത് ഹൈക്കോടതി അന്വേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതേ ജഡ്ജിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാനിടയായ ഒരു കാരണം, ദിലീപിൻ്റെ മൊബൈൽ SIT പിടിച്ചെടുത്ത് ഓർക്കുന്നുണ്ടോ? ദിലീപിൻ്റെ മൊബൈൽ പരിശോധനയ്ക്ക് വേണം, അത് പരിശോധനയ്ക്കായി ഹാജരാക്കണമെന്ന് പോലീസ് കോടതിയെ അറിയിക്കുന്നു. ദിലീപ് അതിന് തയ്യാറാവുന്നില്ല. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ദയവ് ചെയ്ത് അതൊന്ന് കൈമാറണം. കേട്ടോ, ഇത് പോലീസിന് പിടിച്ചെടുക്കാവുന്ന, അയാൾ എഫ്ഐആർ പ്രകാരം 8ാം പ്രതിയാണ്, കുറ്റപത്രത്തിൽ പ്രകാരം FIR ഇട്ടിട്ടുണ്ട്. അത് പിടിച്ചെടുക്കേണ്ടതിന് പകരം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ആർക്ക്? അന്വേഷണ സംഘത്തിന്. എൻ്റെ കോടതി എന്താ പറയുന്നത്? അന്വേഷണമായി ഒന്ന് സഹകരിക്കണം കേട്ടോ, അതൊന്ന് ഹാജരാക്കണമെന്നാണ് കോടതി പറയുന്നത്. ഇനി അപ്പോഴേക്കും എന്തായിരുന്നു സംഭവിച്ചതെന്ന് പിന്നീട് ഒരു സോഫ്റ്റ്വെയർ വിദഗ്ധൻ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. കുറേ അധികം സാധനങ്ങൾ ആ ഫോണിൽ നിന്ന് എൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്യുന്നത്, ബോംബെയിലൂടെ കൊണ്ടുപോയിട്ടാണ് ഡിലീറ്റ് ചെയ്തത്, ഒരു സ്വകാര്യ ഫോറൻസിക് സ്ഥാപനത്തിൽ. അത് സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയാണെന്നാണ് കോടതിയിൽ ദിലീപിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അതായത് പോലീസിനെ കൊണ്ട് ഞാൻ പരിശോധിപ്പിക്കില്ല, ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന മുഴുവൻ രേഖകളും ഡിലീറ്റ് ചെയ്തു.
ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവശേഷിച്ച ഒരു ഫയൽ പോലീസ് റിട്രീവ് എടുത്തു ആ മൊബൈലിൽ നിന്ന്. അതിലുണ്ടായിരുന്ന ഒരു അഭിഭാഷകനുമായി ദിലീപ് സംസാരിക്കുകയാണ്. എന്താണ്? അഭിഭാഷകൻ ദിലീപിനോട് പറയുകയാണ്, ഈ ജഡ്ജിയുടെ ഭർത്താവ് ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2019 അയാൾ ഒരു കസ്റ്റഡി മരണക്കേസിൽ അയാൾ പെട്ടിട്ടുണ്ട്. അയാൾ അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നുള്ളതല്ല. ജിജോ ജോസ് മറ്റുമാണ് ജഡ്ജിയുടെ ഭർത്താവിൻ്റെ പേര്. അതായത് 2019 പാവറട്ടി കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. രഞ്ജിത്ത് എന്ന പേരുള്ള തിരൂർ സ്വദേശിയായ ഒരാളെ നാർക്കോട്ടിക്സ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, എക്സൈസ് കസ്റ്റഡിയിലെടുക്കുന്നു, അയാൾ മർദ്ദിക്കുന്നു, പിറ്റേ ദിവസം അയാൾ മർദ്ദനമേറ്റ് മരിക്കുന്നു. അപ്പോൾ ഈ CI എന്താണ് ചെയ്തത്? അതിലുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം, ഒരാൾ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണമെന്നാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിട്ടുമില്ല, ഇയാൾ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പോലീസുകാരെ രക്ഷപ്പെടുത്താൻ 7 എക്സൈസുകാരാണ് എക്സൈസുകാരാണ് പ്രതികൾ. അവരെ രക്ഷപ്പെടുത്താൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ ഇദ്ദേഹം തെറ്റായ എൻട്രികൾ വരുത്തി എക്സൈസ് രജിസ്റ്ററിൽ എന്നുള്ളതാണ് കേസ്. അയാൾ അന്ന് സസ്പെൻഡ് ചെയ്തതാണ്. ഇയാൾക്കെതിരെ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പിന്നീട് CBIക്ക് കൈമാറി. CBIയുടെ സജഷൻ പ്രകാരം, CBIയുടെ നിർദ്ദേശപ്രകാരം ഇയാൾ ഇപ്പോഴും സസ്പെൻഷനിലാണെന്നാണ് പബ്ലിക് റെക്കോർഡ്സിലുള്ളത്. അയാൾ തിരിച്ചെടുത്ത് നമുക്കറിയില്ല. അയാൾ സസ്പെൻഷനിലാണ്. അയാൾക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നാണ് CBI സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊരു കേസുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ലിവറേജ് കിട്ടും, നമുക്ക് ഇതിലൊന്ന് ഇടപെട്ട് കളയാം എന്ന് അഭിഭാഷകൻ ദിലീപിനോട് പറയുന്നൊരു ശബ്ദരേഖയാണ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിജീവിത പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറയുന്നു. കോടതി അതിൽ കണ്ട കാര്യം, ജഡ്ജിയുടെ ഭർത്താവിൻ്റെ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ജഡ്ജിയെ മാറ്റാനുള്ള കാരണമല്ല എന്നാണ് പറയുന്നത്. അതായത് കാരണം ജഡ്ജിയെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ഒന്നും ആ ശബ്ദരേഖയിലില്ല. അങ്ങനെ ഒരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ജഡ്ജിയെ മാറ്റാതെ ആ ജഡ്ജിയുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നത്, വിചാരണ തുടരുകയും ഇപ്പോൾ ഈ വിധി ഇപ്പോഴും വന്നിട്ടില്ല, വിധി വരാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അതിൻ്റെ കാരണം ഏതൊക്കെ തലങ്ങളിലാണ് വിചാരണയെ, കേസന്വേഷണത്തെ ഈ 8ാം പ്രതി സ്വാധീനിക്കാൻ ശ്രമിച്ചതും അട്ടിമറിക്കാൻ ശ്രമിച്ചതും എന്ന് ആളുകളുടെ മെമ്മറിയിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ദിലീപേട്ടൻ, അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഈ നമ്മളെല്ലാവരും ദിലീപേട്ടൻ പാവാണെന്ന് പറയണം എന്നുള്ളതാണ്. ഇന്ത്യൻ കോടതികൾ, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ, ഇന്ത്യയുടെ നീതിന്യായം, അതുപോലെ തന്നെ ജഡ്ജിയെ കുറ്റപ്പെടുത്തരുത് എന്നൊരു നറേറ്റീവ് കൂടി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ രാവിലെ ഒരു കേരളത്തിൽ പ്രഗത്ഭനായ അഭിഭാഷകനോട് ഫോൺ വിളിച്ചു. അപ്പോൾ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ തന്നെ പറഞ്ഞു, ഈ ജഡ്ജി പുറത്തിറങ്ങിയിട്ട് നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. പ്രോസിക്യൂട്ടർമാരുടെ പണി എന്താണ്, പോലീസ് കൊണ്ടുവരുന്ന കേസുകളിലെ പ്രതികളെ ശിക്ഷ വാങ്ങിക്കൊടുക്കലല്ല, അവർക്ക് ബാധ്യത സമൂഹത്തോടാണ്. ഇതാണ് എൻ്റെ ഒരു വെർബാറ്റം. ഈ ജഡ്ജി പുറത്ത് പ്രസംഗിച്ചതിൻ്റെ വെർബാറ്റം ഇതാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുത്തുന്നത് ഇങ്ങനെയാണ്, പ്രോസിക്യൂഷൻ്റെ പണി അതല്ല. ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി പോലീസ് കൊണ്ടുവരുന്ന ഒരു കേസിൽ നിന്ന് പ്രോസിക്യൂഷന് വേണ്ടി പിന്മാറാം, അതിൽ തിരുത്തൽ ആവശ്യപ്പെടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാണ്ട് എല്ലാ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുക, പോലീസിൻ്റെ വേർഷൻ അവതരിപ്പിക്കുക എന്നല്ല പ്രോസിക്യൂഷന് പണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു അഭിഭാഷകൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അദ്ദേഹം അത് പറയുന്നുണ്ടാവുക. പക്ഷേ ഈ ജഡ്ജിയുടെ പ്രസംഗം പുറത്ത് വാർത്തയാവാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അതിജീവിതയുടെ ആദ്യത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുരേശൻ രാജിവെച്ചത് എന്തിനാണ്? സുരേശൻ രാജിവെച്ചത് ഒരു പുതിയ സാക്ഷി കൂടിയുണ്ട്, അതൊരു വനിതാ സാക്ഷിയാണ് എന്ന് കോടതി അറിയുമ്പോൾ കോടതി ഈ പ്രോസിക്യൂട്ടറോടാണ് ദിസ് ഈസ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ, ദിസ് ഈസ് പ്രോസിക്യൂഷൻ എന്ന് പറയുകയാണ്. അത്രയും മോശമായി ഒരു പ്രോസിക്യൂട്ടറോട് സംസാരിച്ച് ജഡ്ജിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് സുരേശൻ രാജിവെച്ച് പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രോസിക്യൂട്ടറുണ്ടായ അനുഭവമാണ്. അതിജീവിതം എന്താ പറഞ്ഞത്? അതിജീവിതയെ 10-30 വരുന്ന പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷക സംഘം വെർബലി ഹറാസ് ചെയ്യുകയായിരുന്നു കോടതി മുറിയിൽ എന്നാണ് അവർ പറഞ്ഞത്. അവർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ നടന്നൊരു വിചാരണ, ഈ വിചാരണയുടെ പരിസമാപ്തി എന്താണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ദിലീപ് അക്യൂറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ദിലീപ് കുറ്റമുക്തനാക്കിയിരുന്നപ്പോൾ ആരെങ്കിലും ഞെട്ടിയോ? ഇല്ല. ഞെട്ടൽ അഭിനയിച്ചിട്ടുണ്ടാവും, ആരും ഞെട്ടിയിട്ടൊന്നുമില്ല, എല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വിചാരണ നടപടി, ഒരു നിയമ നടപടിയിൽ ഇത്രയും എന്താണ് പറയുക, സീരിയസ് ആയൊരു വിവരം പുറത്തു വരികയാണ്. അതും അഭിഭാഷകർ വഴി പുറത്തു വരികയാണ്. അതൊരു വ്യാജക്കത്തല്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഡിസംബർ 2 അയച്ചതാണെന്ന് അഭിഭാഷകർ തന്നെ പറയുന്നു. അവർ ഹൈക്കോടതി കൈമാറുന്നു. ഈ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഹൈക്കോടതി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇതേ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള പാനലിൽ വെയിറ്റ് ലിസ്റ്റിലാണ് എന്നുകൂടി നമ്മൾ വിചാരിക്കണം. അങ്ങനെ വരണമെങ്കിൽ ഹൈക്കോടതി ഈ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ, ഈ കത്തിനെ കുറിച്ച് അന്വേഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. നിഷാദ്, ഈ കത്തിൽ പറയുന്ന വേറൊരു പ്രധാന കാര്യമുണ്ട്. 2 ഹൈക്കോടതി ജഡ്ജിമാരുടെയും ഒരു ജില്ലാ ജഡ്ജിയുടെയും പിന്തുണ
ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി പറഞ്ഞ ജഡ്ജി ഹണി എം വർഗീസിനുണ്ട് എന്നാണ്. അതോടൊപ്പം നമുക്കറിയാം ദിലീപിൻ്റെ വക്കീൽ രാമൻപിള്ളയായിരുന്നു. സമാന്തരമായിട്ട് തന്നെ കുറേ നരേറ്റീവുകൾ ഉണ്ടാക്കി കേസിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാമെന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അതിജീവിതയാണ് കേസ് മുടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണം വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഓരോ ദിവസവും കേസ് കഴിഞ്ഞതിന് ശേഷം ദിലീപിനെ ആശ്വസിക്കാനുള്ള വകയല്ലല്ലോ ഉണ്ടാകുന്നത്. സത്യത്തിൽ നമ്മളിതിൽ കാണേണ്ട കാര്യം, ഇതിപ്പോൾ അഭിഭാഷകരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ വൈകാരികതയ്ക്കനുസരിച്ച് ഒരാളെയും പ്രതി ചേർക്കാനോ ശിക്ഷിക്കാനോ ഒന്നും കഴിയില്ല, കോടതിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. എന്ന് മാത്രവുമല്ല, ദിലീപിനും പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനുമെല്ലാം ആവശ്യമായ അവസരം 8.5 വർഷക്കാലം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവരവരുടെ എല്ലാ തരത്തിലുള്ള എഫിഷ്യൻസി പ്രകടമാക്കിയതിന് ശേഷമുള്ള ഫൈനൽ വിധിയാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കണം. വിയോജിപ്പുള്ളവർ അപ്പലേറ്റ് കോർട്ടിൽ പോകണമെന്നാണ്. പൊതുവേ ഈ നിയമത്തെയും അതിൻ്റെ സംവിധാനത്തെയും പരിഹസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തത് കോടതിയെ നമ്മൾ പരിപാവനമായി കാണണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ വാദിക്കുന്ന കാര്യം അതാണ്. പക്ഷേ ഫൈനലി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കേസിലെ ഒരു ചരിത്രം എടുത്ത് നോക്കൂ. കഴിഞ്ഞ 8.5 വർഷം ഈ കേസിൻ്റെ മുഴുവൻ ഗതിവിഗതികളും കണ്ടുകൊണ്ടിരിക്കുകയും ഈ കേസിൽ അവസാനം വിധി വരികയും ചെയ്ത ശേഷം കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ കേസിൽ അന്യായം നടന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അറിയാം ദിലീപ് അയാളുടെ മിടുക്കുകൊണ്ട് ഊരിപ്പോന്നതാണ് എന്ന്. പിന്തുണയ്ക്കുന്നവർക്കും അറിയാം. അവർ പോലും നിഷ്കളങ്കനായ നിരുപദ്രവകാരിയായ നിരപരാധിയായ ദിലീപിനെ നമ്മുടെ നീതിപീഠം ശരിയാമണ്ണം പരിശോധിച്ച് കുറ്റവിമുക്തനാക്കിയെന്നല്ല. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സിനിമാ മേഖലയിലുള്ള ബഹുഭൂരിപക്ഷം പേരും വിചാരിക്കുന്നു ദിലീപ് അയാളുടെ പവർ കൊണ്ട് ഊരിപ്പോന്നിട്ടുണ്ട് എന്ന്. പിന്തുണയ്ക്കുന്നവർ. ഇപ്പുറത്ത് വയ്ക്കുന്ന മനുഷ്യർ നിരാശപ്പെടുന്നു. നമ്മുടെ നിയമ സംവിധാനത്തിന് ഇങ്ങനെ ഒരാൾ ഇറങ്ങി വന്നാൽ അയാളെ പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന് നിരാശപ്പെടുകയാണ്. അപ്പോൾ ദ ഫൈനൽ റിസൾട്ട് ഈസ് ഈ നീതിന്യായ പീഠത്തിൻ്റെ ഈ വ്യവഹാര സംവിധാനങ്ങളെ ജനം അവിശ്വസിക്കുന്നു. അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ വിധിക്കുന്ന വിധികൾ, നിങ്ങൾ നടത്തുന്ന കുറ്റവിചാരണകൾ ജനത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് സീരിയസ് ആയ കുഴപ്പമുണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. ഇവിടുത്തെ ആൾക്കാരേതും കേവല വൈകാരികതയ്ക്ക് എപ്പോഴും അടിപ്പെടുന്ന ആളുകളാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. ഈ കേസ് എന്താണെന്നും ഈ കേസിൽ നടന്ന അട്ടിമറി ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നും അസാധാരണമായ സംഗതികൾ എന്തൊക്കെയാണെന്നും കണ്ടുകൊണ്ടേ ഇരുന്നവരാണ്. നോക്കൂ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ നടിക്ക് നേരെ നടന്ന പൈശാചികമായ ആക്രമണമാണ്. എന്ന് വെച്ചാൽ രാത്രിയിൽ നിന്നെ ഞങ്ങൾ ഇനിയും ആക്രമിക്കും, നീ ചിരിച്ചുകൊണ്ട് നിൻ്റെ കയ്യിൽ കിടക്കുന്ന നിൻ്റെ മോതിരം ഉയർത്തി കാണിച്ചോ, അതാണ് നിനക്ക് നല്ലത്, ഞങ്ങളുമായി സഹകരിക്കുന്നത് പോലെ അഭിനയിച്ചോ, അതാണ് നല്ലത് എന്ന് പറയാണ്. ആര്? പൾസർ സുനി. എന്തിനാണത്? കാരണം അവരുടെ വിവാഹം മുടക്കുക എന്ന ഉദ്ദേശം, അവരുടെ കുടുംബജീവിതം തകർക്കുക, അവരെ പൊതുമധ്യത്തിൽ അപഹസിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു ആർക്കോ. പൾസർ സുനിക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടാവേണ്ട കാര്യമില്ല. പൾസർ സുനിക്ക് കാശ് കിട്ടിയ പോലെ. അപ്പോൾ ഇവരുടെ വിവാഹമോതിരം ഉയർത്തി കാണിക്കുക. തൊട്ട് മുമ്പാണ് അവരുടെ പ്രതിശ്രുത വരൻ അവർക്ക് വിവാഹമോതിരം അണിയിച്ചു പോകുന്നത്. അപ്പോൾ അത് മുടക്കുക എന്ന് മാത്രമല്ല, പ്രതിശ്രുത വരനെ പരമാവധി പ്രകോപിപ്പിക്കുക. അതിനാണ് അവർ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു, എന്നിട്ട് ഈ മോതിരം ഉയർത്തി കാണിക്കുന്നു എന്ന ഫീൽ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്ന് കാണുക. അത്തരം മൃഗീയമായ ആക്രമണം ഒരാൾക്കെതിരെ നടത്തിയ, ഭയാനകമായ ആക്രമണം നടത്തിയ ആ വീഡിയോ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നും, ലീക്കാവാതെ സൂക്ഷിക്കേണ്ട ഒന്നുമാണ്. അതിൽ പലതവണ ആക്സസ് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് തൻ്റെ മുന്നിൽ വന്നിട്ട് അത് പരാതിക്കാരിയെ അറിയിക്കാത്ത, പ്രോസിക്യൂഷനെ അറിയിക്കാത്ത, മേൽക്കോടതിയെ അറിയിക്കാത്ത ജഡ്ജിയാണ് ഹണി എം വർഗീസ് എന്ന് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണ് അല്ലേ? അവിടെ ഒരു മജിസ്ട്രേറ്റും 2 കോടതി ജീവനക്കാരും ഇത് ആക്സസ് ചെയ്തു. അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഹാഷ് വാല്യൂ മാറിയ റിപ്പോർട്ട് അവർ പ്രോസിക്യൂഷനെ അറിയിച്ചിട്ടില്ല, അവർ പരാതിക്കാരിയെ അറിയിച്ചിട്ടില്ല, മേൽക്കോടതി അറിയിച്ചിട്ടില്ല. ആ താല്പര്യം എന്തായിരുന്നു? അങ്ങനെ താല്പര്യം അത് പുറത്തറിഞ്ഞാൽ അവരുടെ ആ പണി അവിടെ തെറിക്കും. അതുകൊണ്ട് തൻ്റെ പണി തെറിക്കാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നല്ലേ നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കേരളം എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിച്ചതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിജീവിതകളാക്കപ്പെട്ട, ഇരകളാക്കപ്പെട്ട മനുഷ്യരെ എങ്ങനെ നിയമ സംവിധാനം കൈകാര്യം ചെയ്യണം, പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, കോടതി എങ്ങനെ കൈകാര്യം ചെയ്യണം, സുപ്രീം കോടതി പോലും ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു രഹസ്യ വിചാരണയിൽ പരമാവധിയിലധികം പ്രതിഭാഗം വക്കീലന്മാരെ അനുവദിക്കുക, അവരെ കീറി മുറിക്കുക. അപ്പോൾ കീറി മുറിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, താൻ കോടതി മുറിക്കകത്തും ആക്രമിക്കപ്പെടുകയാണെന്ന ഫീൽ ഉണ്ടായാൽ നിയമ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാനോ, ഇല്ല എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൂടുതൽ മുറിവേൽപ്പിക്കുകയാണ്, ഞാൻ വിഡ്രോ ചെയ്യുകയാണ് എന്ന മൂഡിലെത്തും. അങ്ങനെ എത്തിയിട്ടുള്ള കേസുകളുണ്ട്. സെറ്റിൽ ചെയ്യാൻ ആൾക്കാർ തയ്യാറായിട്ടുള്ള കേസുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാൻ കോടതി മുറിക്കകത്തൊരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ എന്നൊരു സംശയം ജനത്തിനുണ്ടല്ലോ. ആ സംശയം അവിടെ നിൽക്കുകയാണ്. ആ സംശയത്തിന് വല്ല മറുപടിയും കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഈ പറയുന്നത് പോലെയുള്ള എന്നാ ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ദിലീപ് വീട്ടിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്, ബാലേന്ദ്രകുമാർ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ആരൊക്കെ ആക്സസ് ചെയ്തതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാത്ത, ഇരയെ പ്രതിഭാഗം ക്രോസ് ചെയ്യല്ല, ആക്രമിക്കുമ്പോൾ അതിനകത്ത് ഇടപെടാതിരുന്ന, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ദിസ് ഈസ് പ്രോസിക്യൂഷൻ നോട്ട് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ കടന്ന വാചകം പറഞ്ഞ ഒരാൾ, പ്രോസിക്യൂഷൻ്റെ ലക്ഷ്യം എല്ലാവർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലല്ല എന്ന അസാധാരണമായ വാചകം പുറത്തു പറഞ്ഞ ഒരാൾ, അവരെങ്ങനെയാണ്
സംശയാതീതമായി നിൽക്കാൻ കഴിയുക? അപ്പോൾ ആ സംശയം ജനത്തിൻ്റെ മുമ്പിലുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇതാ ഈ കേസിലെ എന്ത് വരുന്നത്, ഒരു വിധിയുടെ വിശദാംശങ്ങൾ മുഴുവൻ പങ്കുവെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നേരത്തെ കത്തെഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കത്ത് വളരെ പ്രധാനമാണ്. അത് എന്തുമാത്രം അന്വേഷിക്കുകയും ചോദിച്ചാൽ നമുക്കൊന്നും ഉറപ്പാൻ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹൈക്കോടതി രജിസ്ട്രാർ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. രജിസ്ട്രാർ വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇവരുടെ ജൂനിയറാണ്. അവരത് അന്വേഷിച്ച് ഇവർക്കെതിരെ കുറ്റ ചാർജ് കൊടുക്കുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. കാരണം അങ്ങനെ നടക്കുമെന്ന് ഉറപ്പുമില്ല. ഇപ്പോൾ ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ഈ നടത്തിയിട്ടുള്ള ഇടപാടുകളെ മുഴുവൻ, കോടതിയിലെ മൊത്തം എൻ്റയർ സിസ്റ്റത്തെ നമ്മൾ ഇതിനകത്ത് വിമർശനാത്മകമായി കാണണമെന്ന് ഞാൻ പറയാം. കാരണം ഈ ഇര 3 തവണ പോയിട്ട് ഞാൻ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദിസ് കോർട്ട് റൂം എന്ന് പറയാണ്. അപ്പോൾ ഹൈക്കോടതി പറയണം അവരെ അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല, അത് മൊത്തത്തിലുള്ള കീഴ്വഴക്കത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന്. കീഴ്വഴക്കത്തിൻ്റെ അപ്പം ഇര എന്തുമാത്രം അനുഭവിച്ചാലും വേണ്ടില്ല, അത് കീഴ്വഴക്കമായിക്കോട്ടെ. ജഡ്ജിയെ മാറ്റുന്ന കീഴ്വഴക്കം പറ്റില്ല എന്ന് നീതിപീഠത്തിലെ ഉന്നത ന്യായാധിപന്മാർ തീരുമാനിക്കുക. നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു ഇന്നലെ തന്നെ. എന്തുമാത്രമാണ് ഇതിൽ സാക്ഷികളെ മൊഴി മാറ്റുന്നതിൽ ദിലീപ് എടുത്ത പണി എന്താണ്, വ്യാജ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാക്കുന്നതിൽ ദിലീപ് എടുത്ത പണി എന്താണ്, അല്ലെങ്കിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഫോൺ എന്ന് പറയുന്ന സംഗതി, ഫോൺ ഒരു വളരെ നിരപരാധിയായ ഒരു മനുഷ്യനാണെങ്കിൽ ആ ഫോൺ പോലീസിനോ അല്ലെങ്കിൽ കോടതിക്കോ കൈമാറാം. അതിന് പകരം ഈ എവിടെയോ കിട്ടാമെന്ന അവൈലബിൾ ബെസ്റ്റ് ലബോറട്ടറി കൊടുത്ത് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും വായിച്ച് കളഞ്ഞിട്ടാണ് അയാൾ കൊടുത്തത്. ആ ഫോൺ പിടിച്ചു വാങ്ങിക്കാൻ ഒരു നിലയ്ക്കുമുള്ള നിയമപരമായ കാർക്കശ്യം ഈ കോടതി കാണിച്ചിട്ടില്ല. അപ്പോൾ ദിലീപിനാണ് ഈ നിയമത്തിൻ്റെ ഈ വിചാരണയുടെ സർവ്വഘട്ടത്തിലും ഈ ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ നിന്ന് ആനുകൂല്യം കിട്ടിയിട്ടുള്ളതെന്നുള്ളത് കേരളം കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നീതിയുക്തമായിട്ടുള്ള വിചാരണയാണ് കഴിഞ്ഞത്. തെളിവുണ്ടെങ്കിൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. തെളിവുണ്ടായിട്ടും പരിഗണിക്കാത്ത കേസുകൾ ഇന്ത്യയിലെമ്പാടും ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ഉണ്ട്? ഇന്ത്യയിലെ കോടതികൾ മുഴുവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തെളിവിനനുസരിച്ചാണോ? ഇല്ലാത്ത തെളിവിൻ്റെ പേരിൽ ആൾക്കാരെ ശിക്ഷിക്കുന്ന, സംശയത്തിൻ്റെ പേരിൽ ആളെ തൂക്കിക്കൊന്ന കോടതികളുള്ള നാടാണ് കേരളം. അതുകൊണ്ട് മുന്നിൽ വന്നതെല്ലാം ശരിയായിട്ട് കോടതികൾ അസസ് ചെയ്യുന്നു, അനാലിസിസ് നടത്തുന്നു, അതിനുശേഷം വിധി പറയുന്നു എന്ന് വിമർശിക്കരുതെന്ന് അഭിഭാഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. കോടതികൾ മനുഷ്യരാണ്, അവർക്ക് മുൻവിധികളുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. ചാണകം ഗംഭീരമാണെന്ന് വിധി പ്രസ്താവം എഴുതി വെക്കുന്ന ജഡ്ജിമാർ ഇന്ത്യയിലുണ്ട്. വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ആൾക്കാരെ, പിന്നെ പേഴ്സണൽ മൂഡിൻ്റെ പേരിൽ ആൾക്കാർക്ക് കൂടുതൽ ശിക്ഷ വിധിക്കുന്നവരും ഒഴിവാക്കി വിടുന്നവരായിട്ടുള്ള ജഡ്ജിമാരുണ്ട്. അവർ മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് ജഡ്ജിമാരെല്ലാം ഇപ്പോഴും നിയമപുസ്തകത്തിൻ്റെ സാങ്കേതികത്വം മാത്രം പരിശോധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത ഇനിയെങ്കിലും ഹൈക്കോടതിക്കുണ്ട്. കാരണം ഈ കത്ത് മുൻനിർത്തിയിട്ട് അവർക്കതിനകത്ത് ഇടപെടാനുള്ള ഒരു വഴിയാണ്, വാതിലാണ് ഈ കത്ത്. ഇടപെട്ടിട്ടില്ല എങ്കിൽ ഭാവിയിലും നിങ്ങൾ വിധിക്കുന്ന വിധികൾ മനുഷ്യന്മാർക്ക് വിശ്വാസമില്ല എന്ന ഈ സിസ്റ്റം എന്ന് പറയുന്ന സംഗതിയാണ് പൊളിയാൻ പോകുന്നുള്ള ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കേരളത്തിലെ ജനറൽ പബ്ലിക്കിന് ഉണ്ടാവണം. ഇവിടുത്തെ വലിയ കൊടി കെട്ടിയ വിപ്ലവ വർത്താനം പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണം. കാരണം എന്താണ്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർ ഈ കേസിൽ ഒരു പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നീതി അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ടും ഇവിടെ ഇരുന്ന് ഞങ്ങൾ അപ്പീൽ പോകാൻ നോക്കാം, ഞങ്ങൾ ആരുടെയും പേരിലേക്ക് കടക്കുന്നില്ല, ഗൂഢാലോചനക്കാരുണ്ട് എന്ന് പറയാണ് CPIM-ഉം കോൺഗ്രസും ഒക്കെ. BJP വിടുകയാണ്. അവർക്ക് ഓരോ സമയത്തും ഓരോ താല്പര്യമാണ്. ഓരോ വിഷയത്തിനകത്തും അവരുടെ താല്പര്യം പൊതു താല്പര്യമായിട്ട് ഒരു ഘട്ടത്തിലും ചേർന്ന് പോകുന്നതായിരിക്കണമെന്നില്ല. പക്ഷേ ഈ രണ്ട് കക്ഷികളെക്കുറിച്ച് കേരളത്തിന് പ്രതീക്ഷ. മട്ടാഞ്ചേരി മാഫിയക്കെതിരെയുള്ള മഹത്തായ വിജയമാണ്. മട്ടാഞ്ചേരി മാഫിയക്കെതിരായിട്ടുള്ള യുദ്ധവും ഹിന്ദു വേട്ടക്കെതിരായിട്ടുള്ള റെസിസ്റ്റൻസും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ താല്പര്യം അതാണ് അതിനകത്ത്. മറിച്ച് കേരളത്തിലെ CPIM-ഉം കോൺഗ്രസും കേരളത്തോട് ബാധ്യതയുള്ള 2 പാർട്ടികളാണ്. കേരളത്തിലെ ജനറൽ പബ്ലിക്കിന് പ്രതീക്ഷയുള്ള 2 പാർട്ടികളാണ്. ആ 2 പാർട്ടികളും ഇപ്പോൾ ഒഴിച്ച് എന്ത് കളിയാണ് കളിക്കുന്നത്? UDF കൺവീനർ എന്ന് പറഞ്ഞാൽ വഷള വർത്താനമുണ്ടല്ലോ. ഈ UDF കൺവീനർ എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് അടൂർ പ്രകാശ്, സീനിയർ പൊളിറ്റീഷ്യനാണ്. അയാളായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ ആലോചിച്ച് നോക്കൂ സുകേഷ്. ഈ കേസ് 8.5 വർഷമൊന്നും പോവില്ല. ആദ്യം തന്നെ പൊളിച്ച് കൈക്കൊടുത്തേനെ. കാരണം പുള്ളിക്കാരൻ്റെ താല്പര്യം എന്താണ്? പുള്ളിക്കാരൻ്റെ താല്പര്യം ദിലീപ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. വി ആർ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ ദിലീപിനെതിരെ എന്ത് കുറ്റച്ചാർത്ത് വന്നാലും ഞാൻ കട്ടെഴുതി കളയും. അതിനെ മൂടതാണ്. പിന്നെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ മാറ്റി പറഞ്ഞു. പക്ഷേ അടിസ്ഥാനപരമായ ഉള്ളിലുള്ള പ്രശ്നം സംഗതി എന്ന് വെച്ചാൽ ദിലീപിനൊപ്പമാണ്. അപ്പോൾ ഇമാതിരി പൊളിറ്റീഷ്യന്മാർ, ഇതൊന്നും കണ്ട് ഞെട്ടാത്ത പൊളിറ്റീഷ്യന്മാർ, കർക്കശ നടപടി എടുക്കാൻ ഇപ്പോഴും വർത്തമാനം പറയാൻ കഴിയാത്ത ഭരണകൂടം, ഇവയൊക്കെ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ ആളുകൾക്കുള്ള അവിശ്വാസത്തെ കോടതി മനസ്സിലാക്കിയാൽ കോടതിക്ക് കൊള്ളാം. കോടതിയെ ജനങ്ങളിപ്പോൾ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. നിയമ സംവിധാനത്തെ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ചെയ്യൽ നിലനിർത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ജനങ്ങളുടെ ഒരു പരമമായ ബാധ്യതയുണ്ട്. എല്ലാ കാലത്തും നീതിപീഠത്തെയും ന്യായാധിപന്മാരെയും മാനിച്ചും ആദരിച്ചും കോടതി വിധി അംഗീകരിച്ചും പോകാനുള്ള ഏകപക്ഷീയമായ ബാധ്യത ജനങ്ങൾക്ക് മാത്രമാണ്. അതിൽ കോടതികൾക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ല എന്ന് കോടതിക്ക് തോന്നാൻ പാടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊരു പാരസ്പര്യമാണ്. നിങ്ങൾ നീതിയുക്തമായ വിധി പറയുക, നിങ്ങൾ നീതിയുക്തമായ ട്രയൽ പൂർത്തിയാക്കുക, ജനം അതിനെ വിശ്വസിക്കും. അല്ലാതെ നിങ്ങൾ എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് കടന്നു പോക്കും പോകാം, ജനം ഏകപക്ഷീയമായി കൂറും വിധേയത്വവും ആരാധനയും ഒബീഡിയൻ്റ് ആയിരിക്കണമെന്ന വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം അതല്ല എന്ന് ഈ പറയുന്ന സകല മനുഷ്യരും കൊമ്പന്മാരും ആലോചിക്കുന്നത് നന്നായിരിക്കും. അതെ, സംഘപരിവാർ കാലത്ത് ഈ കോടതികളിലുള്ള വിശ്വാസം നമ്മുടെ പലതരത്തിലുള്ള ജനസമൂഹങ്ങൾക്കും നഷ്ടമായിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ തന്നെ മുന്നിലുള്ള നിരവധി വിധികളാണ്. അത് കണക്കന്നെ അതിജീവിതയ്ക്ക് ഈ കേസിൽ വിധി കിട്ടുന്നതിന് നമ്മുടെ ഉന്നത നീതിപീഠങ്ങൾ ഇടപെടേണ്ടതും അതിനുള്ള വഴി ഒരുക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ ജനത്തിന് അതിലുള്ള വിശ്വാസം പയ്യെ നഷ്ടമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്.